നമസ്കാരം. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇനി ഞങ്ങൾ പറയും, നിങ്ങൾ അങ്ങ് കേട്ടാൽ മതി എന്നാണ്. ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ നിങ്ങൾ കീഴടങ്ങുക, അമേരിക്കയും ഇസ്രായേലും കീഴടങ്ങുക. കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ സറണ്ടർ ആവുക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നിർത്തിപ്പൊരിക്കും എന്നാണ് ഇറാന്റെ നിലപാട്. ഇത് ഇറാൻ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില ചിത്രങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ലോകത്തെയും ഒക്കെ ഇറാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇറാന്റെ മുഴുവൻ മിസൈൽ ശേഷികളും മിസൈൽ സിറ്റികളും നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ഭൂമിക്കടിയിൽ വളരെ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ, അതിന്റെ വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. AI വീഡിയോ അല്ല, ഒറിജിനൽ വീഡിയോ. നിങ്ങളുടെ F-35 വിമാനം ഞങ്ങൾ എങ്ങനെയാണ്, ഏത് ആയുധം ഉപയോഗിച്ചാണ് വീഴ്ത്തിയത് എന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് ഞങ്ങളുടെ പക്കൽ ഉള്ളത് തന്നെയാണ്. റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഒളിച്ചു പോകാൻ കഴിയുന്ന നിങ്ങളുടെ വിമാനത്തെ പിന്തുടർന്ന് പിടികൂടാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഏറ്റവും പുതിയ മിസൈലുകൾ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഖൈബർ ഷക്കാൻ എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ മിസൈലിന് അങ്ങനെ ഒരു പേര് വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫയായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് നയിച്ച ഒരു യുദ്ധമാണ് ഖൈബർ യുദ്ധം. ജൂതന്മാരുമായിട്ട് ഉണ്ടായ ഒരു യുദ്ധമാണ്. മുസ്ലിങ്ങൾ ശക്തിപ്പെടുന്നു എന്ന ഒരു ആശങ്കയാണ് യുദ്ധത്തിന് കാരണമായത്. ഇവിടെ ഇറാൻ ശക്തിപ്പെടുന്നു എന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനും കാരണമായത്. എന്തായാലും ഇവിടെ അമേരിക്കയെ വിറപ്പിക്കാൻ ഉപയോഗിച്ച ഒരു മിസൈലാണ് ഖൈബർ ഷക്കാൻ. ഈ മിസൈലുമായി ബന്ധപ്പെട്ട്, ഈ മിസൈലിന്റെ പേരുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ അതിനടിയിൽ വന്ന വളരെ രസകരമായ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖൈബർ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ, ഇനി ദുൽഫുക്കാറും അതുപോലെ ദുൽദുൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നു, അതുകൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കമന്റാണ് ഞാൻ ചെയ്ത ആ വീഡിയോക്കടിയിൽ ആരോ ഒരു വ്യക്തി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ പുറത്തെടുത്തതിനേക്കാൾ വലിയ ആയുധങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വലിയ വലിയ ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾക്കൊക്കെ പേരുകളുമുണ്ട്. ആ പേരുകളൊന്നും മുഴുവനായി ഞാനിപ്പോൾ ഓർത്തു വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ നോക്കിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കണ്ട ചില വാർത്തകളിൽ നിന്ന് ഒരുപാട് പേരുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏറ്റവും പുതിയ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നൂതന ആയുധങ്ങൾ ഇറാന്റെ പക്കൽ ഒരുപാടുണ്ട്. ആ ആയുധങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. ഇന്നലെയും ടെല്ലവീവിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകളാണ് ഇന്നലെ വ്യാപകമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 17ഓളം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 200 കഴിഞ്ഞു എന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിനും അമേരിക്കക്കും യുദ്ധത്തിൽ നിന്ന് തടിയൂരിയാൽ മതി എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഇറാൻ വിടുന്ന ലക്ഷണമില്ല. നിങ്ങൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങി മാപ്പ് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികളൊക്കെ അംഗീകരിച്ച്, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് പോയാൽ മതി എന്നുള്ളതാണ് ഇവിടെ ഇറാന്റെ നിലപാട്. ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനോട് യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ചില ഉപാധികളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊക്കെ അംഗീകരിക്കാൻ അവരോട് പറയണം. അവരാണ് യുദ്ധം തുടങ്ങിയത്. ഞങ്ങളെ വിളിക്കണമെന്നില്ല. ഞങ്ങൾ ഏത് സമയത്തും ഏത് നിമിഷവും സമാധാനം തിരിച്ചു വരണം, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഗരി അദ്ദേഹം ഇവിടെ ഇറാന്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഞാൻ വ്യക്തമാക്കിയിരുന്നു. അത് കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഗരിയുടെ മാത്രം അഭിപ്രായമാണ്. അത് സമുദായത്തിന്റെ അഭിപ്രായമല്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനും അദ്ദേഹവും ഒക്കെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയും. എന്തായാലും അദ്ദേഹത്തെ എതിർത്ത് നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ യുദ്ധത്തിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾ പോലും ഇറാനാണ് ശരി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവർക്കും അതറിയാം. ഇവിടെ അബ്ദുൽ ഹക്കീം അസ്ഗരി മാത്രം എന്താണ് മറിച്ച് ചിന്തിച്ചത് എന്നറിയില്ല. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നമുക്ക് വലിയ വേദനയുണ്ട്, വലിയ വിഷമമുണ്ട്.
ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ഉംറയും ഹജ്ജും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകളാണ്. ജീവിതത്തിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യൽ നിർബന്ധവുമാണ്. ഞാനും പോയിട്ടുണ്ട് ഒരു വട്ടം ഉംറക്ക്. എന്തായാലും ഇങ്ങനെ ഉംറക്കൊക്കെ പോയി കിട്ടുന്ന ഈ പണം ഇവർ ഇവിടെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഉംറയും ഹജ്ജും അത് നിർബന്ധമാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, പണം കൊടുക്കുന്നത്. പക്ഷെ ഈ പണം ഇവർ മറ്റുള്ള വഴികളിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പാവങ്ങളെ ആക്രമിച്ച് കൊന്നുകളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളത് കൊടുക്കണോ വേണ്ടയോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അഭിപ്രായം പറയേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടെ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഈ അഭിപ്രായത്തിനെതിരെ അദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും ശക്തമായി രംഗത്തെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അനുകൂലിച്ച് ഒരു കമന്റ് പോലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ ചെയ്ത ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് തന്നെ 1 മണിക്കൂർ 2 മണിക്കൂറിനകം 300-ലധികം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഈ കമന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു. കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുമായി ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായമാണോ ശരി, ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? എന്റെ അഭിപ്രായം അത് 100% ശരിയാണ് എന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ആരെങ്കിലും മറിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഞാൻ ആ കമന്റുകൾ മുഴുവൻ പരിശോധിച്ചു. പക്ഷേ മുഴുവൻ കമന്റുകളും അസ്ഹരി ഉസ്താദിനെതിരായിരുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായി എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ശരിയല്ല. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ എന്റെ ഒരു സംശയം, ഇന്നത്തെ സാഹചര്യത്തിൽ ഉംറയും ഹജ്ജും അതിനൊക്കെ പോയി ഈ പണം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് അവിടുത്തെ ഭരണാധികാരികളുടെ കയ്യിലെത്തി അവർക്കത് ദുരുപയോഗം ചെയ്യാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരാണ് ഇവിടെ അഭിപ്രായം പറയേണ്ടത്. അക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്റെ സംശയമാണ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. പ്രതികരണങ്ങൾ ഉണ്ടാകും, അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.